നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് രാംനാഥ്. നിങ്ങൾക്ക് പരിചിതമായ മുഖമാണ്. നമ്മുടെ ചാനലിൽ പലവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ചാനലിൽ ഞാനും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഗോ ഈസി വേൾഡ് എന്ന ചാർജിങ് സ്റ്റേഷനുകൾ അതിൻ്റെ സിഇഒയും അതുപോലെ തന്നെ അതിൻ്റെ ഫൗണ്ടറും ഒക്കെയാണ് രാംനാഥ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ശോഭ സിറ്റിയിലാണ്. ശോഭ സിറ്റിയിലെ ഒരു വമ്പൻ ചാർജിങ് സ്റ്റേഷൻ ആണ് ഇവിടെ ഗോ ഈസി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം പറയാൻ കൃത്യമായും പറ്റുന്ന ആളാണ് രാംനാഥ്. അതുകൊണ്ടാണ് രാംനാഥിനെ നമ്മളിന്നിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഡൽഹി ഓട്ടോ എക്സ്പോ പോയപ്പോൾ എന്താണ് ഇനി വരാൻ പോകുന്ന വാഹനങ്ങൾ നോക്കിയാൽ 80% കൂടുതലും ഇലക്ട്രിക്കായി. അപ്പോൾ നല്ല കാലം വരികയാണല്ലേ ഗോ ഈസിയുടെ. നമ്മൾ നല്ല കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയം നന്നായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡൽഹി എക്സ്പോയിൽ 80% EV ആണെന്ന് പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആകെ 1-2 വണ്ടികളെ അന്ന് നിരത്തുകളിലുള്ളൂ, അല്ലേ? അവിടെ നിന്നാണ് പിന്നെ ഇത്രയും വണ്ടികളുടെ ബൂം ഉണ്ടായത്. അപ്പോൾ ഇനി ബൈജോട്ടൻ പണ്ട് പറഞ്ഞ പോലെ മാരുതി എന്ന് ഇലക്ട്രിക് ആവുന്നു അന്ന് മൊത്തം ഇലക്ട്രിക് ആവുന്നുള്ളൊരു ഡയലോഗ് നമ്മളൊരു 3 വർഷം മുമ്പ് സംസാരിച്ചു. അന്ന് നമ്മൾ സംസാരിച്ച് നിന്ന സ്റ്റേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്ന 2 വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷനുകളൊക്കെ. ഡെഫിനറ്റ്ലി വെഹിക്കിൾസിൻ്റെ ഗ്രോത്ത് കൂടുക തന്നെയാണ്. നമ്മൾക്ക് ഏകദേശം 18% ഗ്രോത്ത് പെർ 6 months വെഹിക്കിൾസ് വൈസ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അത്രയും. പിന്നെ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസങ്ങളിൽ 200-250% യൂട്ടിലൈസേഷൻ കൂടുന്നു. നമ്മൾ അന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഡൗൺലോഡ് ബേസ് ഒക്കെ ഏകദേശം ഒരു 5,000 ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 1,00,000 അടുത്ത് ഡൗൺലോഡ് ബേസ് തന്നെ ഗോയിസിക്ക് ഉണ്ട്. ഗോയിസി മെജോറിറ്റി കേരളത്തിലാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലുടനീളം ഇപ്പോൾ എത്ര ചാർജിങ് സ്റ്റേഷൻസ് ആയി? 254 ചാർജിങ് പോയിന്റ്സ് ആണ് ഗോയിസിക്ക് കേരളത്തിൽ മാത്രമുള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ആദ്യകാലത്ത് കണ്ടിരുന്നതൊക്കെ ചെറിയ ചാർജിങ് സ്റ്റേഷൻ ആയിരുന്നു. പക്ഷേ ഇതിപ്പം വമ്പൻ സാധനങ്ങളായി മാറിയല്ലോ. ഇനി മുതൽ ഇങ്ങനെയാണോ? അതായത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയൊക്കെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കൂടുമ്പോഴാണ് ചാർജിങ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്ന ചാർജിങ് സ്റ്റേഷനിലൊക്കെ നമ്മൾ തന്നെ ഓൾറെഡി 3ാം 4ാമത്തെ ക്യൂ ആണ്. അപ്പം നമ്പേഴ്സ് ഓഫ് ചാർജേഴ്സ് എന്തായാലും അത്രയും ഡിമാൻഡുകളായി. പ്രത്യേകിച്ച് ഈ മാള് പോലത്തെ സ്ഥലങ്ങളിൽ ആൾക്കാർ ഷോപ്പിങ്ങിനോ മൂവിക്കോ വരുമ്പോൾ മിനിമം ഒരു 3-4 വണ്ടി ചാർജ് ചെയ്യേണ്ട ഫെസിലിറ്റീസ് വേണം. അപ്പോൾ പണ്ടത്തെ ആശയങ്ങളിൽ നിന്ന് കുറച്ചും കൂടി വലിയ ചാർജേഴ്സും വലിയ ചാർജിങ് സ്റ്റേഷൻസ് എന്നുള്ള ആശയങ്ങളിലേക്ക് ഗോയിസി മാറിക്കഴിഞ്ഞു. വേറെ എനിക്ക് തോന്നുന്നതിൽ ഇപ്പോഴത്തെ പുതിയ വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പം ടെസ്റ്റ് ചെയ്ത BE6 മഹീന്ദ്ര പോലുള്ളതൊക്കെ 20 minutes 80% എന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊക്കെ 175 കിലോവാട്ടിൻ്റെ ചാർജർ മറ്റോ വേണം, അല്ലേ? വേണം. അത് നമുക്കുണ്ടോ? നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇവിടെയുള്ള ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 കിലോവാട്ടിൻ്റെ ചാർജറാണ്. 80 ആണ്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ചെറിയൊരു ചാർജർ 25 കിലോവാട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട്, 7.5 കിലോവാട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ 30 കിലോവാട്ട് വരെയുള്ള ചാർജേഴ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഏകദേശം 50% ചാർജേഴ്സും 80 കിലോവാട്ടിൻ്റെ ചാർജേഴ്സാണ്. ഇനി വരുന്നതെല്ലാം 120 കിലോവാട്ടിൻ്റെ ചാർജേഴ്സാണ്. പിന്നെ വരാൻ വന്ന് 240 കിലോവാട്ടിൻ്റെ ചാർജേഴ്സാണ്. അത് ഹബ്ബ് പോലത്തെ. അപ്പോൾ ചാർജേഴ്സ് ഡെഫിനറ്റ്ലി അതാണ് 2023 നമ്മളെടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞത്. ഇനി എല്ലാ വർഷങ്ങളിലും ചാർജേഴ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടണം എന്നുള്ളൊരു ഡിസിഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസിഷൻ വളരെ വൈസ്ലി ആയിട്ടുള്ളൊരു ഡിസിഷനായി എന്നാണ് ഇന്ന് തോന്നുന്നത്. കാരണം തുടക്കത്തിൽ 25 കിലോവാട്ടുള്ള വണ്ടികളാണ്. ഇപ്പോൾ BYD ആവട്ടെ 150 കിലോവാട്ട് റിസീവിംഗ് കപ്പാസിറ്റി, മഹീന്ദ്രയുടെ വണ്ടി 200, BMW അതിൻ്റെ മുകളിൽ. അപ്പോൾ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹയർ കപ്പാസിറ്റി ഉള്ള ചാർജേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ ഹബ്ബുകളൊക്കെ വരുന്നുണ്ട്, നാഷണൽ ഹൈവേ കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ 360 കിലോവാട്ടിൻ്റെ ചാർജേഴ്സാണ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്നത്. അപ്പോൾ 360 കിലോവാട്ടിൻ്റെ ചാർജർ ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് അത്രയും അത് ആയിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, എത്ര ഇതെല്ലാം വണ്ടിയുടെ റിസീവിംഗ് കപ്പാസിറ്റിയാണ്. ചാർജേഴ്സ് എത്ര വലുതോ ആവട്ടെ, വണ്ടി ഡിമാൻഡ് ചെയ്യുന്ന ചാർജറിന് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഹബ്ബുകളുടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതന്നെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. നമ്മൾ 80 കൊടുക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് 25 കൊടുത്തത്, എന്തുകൊണ്ടാണ് 7.5 കൊടുത്തത്? ഇപ്പോൾ ഒരു കോമറ്റും കൊണ്ടുവരുന്ന ഒരാളാണെന്ന് കരുതുക. അല്ല, ഞാനും കോമറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ കോമറ്റ് കൊണ്ടുവരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 7.4 കിലോവാട്ട് പുള്ളിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പുള്ളി EV ആണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ EV കാറ്റഗറീസിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇതേപോലത്തെ ഹബ്ബുകൾ ചെയ്യുന്നത്. പക്ഷേ 2 വീലറിൻ്റെ രംഗത്താണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ചാർജ് സ്റ്റേഷനിലും EVയും സ്കൂട്ടറും ചാർജ് ചെയ്യാമോ? ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലില്ല. ഒരു ഒട്ടുമിക്ക ഒരു 80-90% ലൊക്കേഷൻസിലെല്ലാം തന്നെ നമ്മളൊരു 3.3 2 വീലേഴ്സും ഓട്ടോറിക്ഷയും ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ എല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള കണക്റ്റീവ് ലോഡിനെ ബേസ് ചെയ്തിട്ട്. ഇനി 2 വീലർ ശോഭ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് ഒരിക്കലും ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിലായിരിക്കില്ല. ലൈക്ക് ട്രിവാൻഡ്രം ലുലുവിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു 6 എണ്ണം. അത് സെപ്പറേറ്റ് പാർക്കിംഗ് ലോട്ടിലായിട്ട് നമ്മൾ കൊടുക്കും. ശരി. ഇതിപ്പോൾ ഗോയിസിയുടെ സ്വന്തം ചാർജ് സ്റ്റേഷൻ ആണോ അതോ ഇത് ഫ്രാഞ്ചൈസി ആണോ?
ഗോയിസി എന്ന് പറയുന്ന ഒരു കമ്പനി എല്ലാം ഗോയിസിയുടെ സ്വന്തം ചാർജേഴ്സ് തന്നെയാണ്. ഈ ചാർജിങ് സ്റ്റേഷനുകളിലേക്ക് വ്യക്തികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പെർട്ടിക്കുലർ പ്രൊജക്റ്റിലേക്ക്. ഇപ്പോൾ ഹൈലൈറ്റ്സിൻ്റെ ഒക്കെ പ്രൊജക്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാൾ ബിലോങ്സ് ടു ഹൈലൈറ്റ്സ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ പല പോർഷൻസിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ് കോക്കോ, അതായത് കമ്പനി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ചാർജേഴ്സിലേക്ക് വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോക്കോ എന്ന് പറഞ്ഞാൽ സ്വന്തം ലാൻഡ്, ഇത് നമ്മുടെ സ്വന്തം ലാൻഡ് അല്ലല്ലോ, ഇറ്റ്സ് ബിലോങ്സ് ടു ശോഭ. ഇതിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇറ്റ്സ് ബിലോങ്സ് ടു വൺ ഓഫ് ദി ജെന്റിൽമാൻ ആണ്. മോസ്റ്റ്ലി നമ്മുടെ കൂടെ പുള്ളി ജോയിൻ ചെയ്യാനുള്ള സാധ്യത ഇന്ന് തന്നെ വരുന്നത്. ശരി. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ചാർജിങ് സ്റ്റേഷൻസിൽ ഇത്രയും വലിയ ചാർജിങ് സ്റ്റേഷൻ എത്ര എണ്ണം ഉണ്ടാവും? ഇതുപോലെ ഇപ്പോൾ ലുല്ലു എല്ലാം നമ്മൾ മാസീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഇപ്പോൾ ചാർജേഴ്സ് ഇപ്പോൾ ലൈവ് ആയിട്ടുള്ള നമുക്ക് ഏകദേശം ഒരു 12ഓളം ചാർജേഴ്സ് ഇത്രയും മാസീവ് സൈസിലുണ്ട്. അപ്കമിങ് ഏകദേശം ഒരു 50ഓളം ചാർജേഴ്സ് ഈ സൈസിൽ കേരളത്തിൽ മാത്രം വരുന്നു. കേരളത്തിൽ മാത്രം. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു ബെൻസിൻ്റെ ബെൻസ് അല്ലായിരുന്നു, ഞാൻ മറ്റേ പുതിയ MG വിൻസറായിട്ട് പോകുമ്പം ഏറ്റുമാനൂർ ഒരു വലിയ സ്റ്റേഷൻ ഇങ്ങനെ ഏതാണ്ട് അവസാന ഭാഗത്ത് അല്ലേ, അതിന്റെ കൂടെ ഒരു കോഫി ഷോപ്പ് എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അവിടെ ഒരു റെസ്റ്റ് റൂം ഉണ്ട്, കോഫി ഷോപ്പ് ഉണ്ട്. ഇറ്റ്സ് ഇതേപോലത്തെ ഒരു സൈസ് തന്നെയാണ് ഏറ്റുമാനൂർ വരുന്ന പ്രൊജക്റ്റും. അതും ഇതേപോലെ തന്നെ കോക്കോ ഇൻവെസ്റ്റഡ് പ്രൊജക്റ്റ്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എത്ര വലിയ ചാർജർ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അവർക്ക് വലുത് മതി, എഡ്യൂക്കേറ്റഡ് ആയി. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി കൺസ്ട്രെയിൻ നോക്കിയിട്ട് ഈ ഒരു ബിസിനസ് സക്സസ് ആവും. വ്യക്തികൾ ചാർജേഴ്സ് മാത്രമല്ല നോക്കുന്നത്, എത്ര വണ്ടികൾ നിരത്തുകളിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസ് ആണ് അവർ തന്നെ ഡിമാൻഡ് ചെയ്യുന്നത് എത്ര വലിയ ചാർജേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതായത് അടുത്തൊരു 10-15 കൊല്ലത്തെ ഫ്യൂച്ചറാണ് അവർ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചെറിയൊരു ചാർജർ വെക്കുന്നതും ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടിയ ചാർജേഴ്സ് വെക്കുന്നത് വലിയ വ്യത്യാസമാണോ ഈ ഒരു എന്താ കോസ്റ്റിൻ്റെ? ഓഫ് കോഴ്സ് ശരിക്ക് അതൊരു മൾട്ടിപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് 30 കിലോവാട്ട് 60 കിലോവാട്ട് ആകുമ്പോൾ 30ൻ്റെ ഇരട്ടി കോസ്റ്റ് ആവുന്നില്ല. ആ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് വൈസ് കുറവാണ്. പിന്നെ വലിയ ചാർജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചാർജേഴ്സിൻ്റെ മെയിൻ്റനൻസ് എളുപ്പമാണ്. കോമ്പാക്റ്റ് ആയിട്ടുള്ള ചാർജേഴ്സിന് മെയിൻ്റനൻസ് കൂടുതലായിരിക്കും, കാരണം അതിന് പ്രോപ്പർ വെന്റിലേഷൻ വരുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളെല്ലാം വളരെ അടുത്തായിരിക്കും, വളരെ കോമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ചെറിയ ചാർജേഴ്സിൽ കൂടുതലാണ് കമ്പയറിംഗ് ടു ബിഗർ ചാർജേഴ്സിന് ബ്രീത്തിങ് സ്പേസുകൾ ഉണ്ടായിരിക്കും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ചാർജർ 80 കിലോവാട്ടിൻ്റെ ആണെങ്കിൽ ഇത് ഒരു 2 മണിക്കൂർ കൊണ്ട് 160 കിലോവാട്ടിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൽ പവർ മൊഡ്യൂൾസ് ആഡ് ചെയ്താൽ മതി, വേറെ അതിൽ ഒരു കോമ്പണൻസും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും വലുതാണ് നല്ലത്. ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് എന്താണ്, കാര്യമായിട്ട് വരുമോ? ഇതിന് വന്നാൽ തന്നെ ഗോയിസി ആണോ അതിൻ്റെ സർവീസ്? സർവീസ് എൻ്റെ ഗോയിസ് എപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതല്ലാതെ ചാർജർ മാത്രം അലിബാബയിൽ നിന്ന് മേടിച്ച് കൊടുക്കുക, ഇലക്ട്രിഫിക്കേഷൻ സബ് കോൺട്രാക്ടിന് കൊടുക്കുക, മറ്റു വർക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. ഗോയിസിയാണ് ഇതിൻ്റെ എൻറ്റയർലി ഫ്രം ദ ഗ്രൗണ്ട് ഓൺവേർഡ്സ് ടു ദ സ്കൈ എന്നുള്ള രീതിയിൽ നമ്മൾ ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ എന്ത് സർവീസുകളും, ചാർജർ മാത്രമല്ല, CCTVന് പ്രോബ്ലം ഉണ്ടാവാം, അതേപോലെ തന്നെ വൈഫൈന് പ്രോബ്ലം ഉണ്ടാവാം, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, ഇതെല്ലാം ക്യാരി ചെയ്യുന്നത് ഗോയിസിയുടെ പ്ലാറ്റ്ഫോമിലാണ്. ചാർജേഴ്സിന് എന്താണ് മേജറായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർജർ പ്രോപ്പറായിട്ട് പീരിയോഡിക്കലി നമ്മൾ സർവീസ് ചെയ്തിരിക്കണം. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളൊരു ചാർജറിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. ഞങ്ങൾക്ക് ഏകദേശം ഒരു 147 ചെക്ക് പോയിന്റ്സുകളുണ്ട്. ഒരു ചാർജർ വന്ന് പ്രീ ആൻഡ് പോസ്റ്റ് എന്ന് പറയുന്ന നമുക്ക് ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് 147 പോയിന്റ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ആയിട്ടാണ് ചാർജറെ മുന്നിലേക്ക് വിടുന്നത്. ആ സമയത്ത് ചാർജിങ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഇൻ്റർഫിയർ ചെയ്യാതെ ചെയ്യും. പക്ഷേ പൂർണ്ണമായിട്ട് 147 ചാർജിങ് ഇൻസ്പെക്ഷൻ കഴിയണമെന്നുണ്ടെങ്കിൽ വണ്ടികൾ പാടില്ല. ഓൾമോസ്റ്റ് ലൈക്ക് 1 hour നമ്മൾ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പീരിയോഡിക്കലി നമുക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്ക് ചാർജേഴ്സിൽ വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഹീറ്റ്, ഡസ്റ്റ്, ഈ രണ്ടാണ് നമ്മുടെ നാട്ടിൽ പൊടി കൂടുതലുള്ള സ്ഥലങ്ങൾ. പിന്നെ വരുന്നത് ഈ തീരദേശ മേഖലകളിൽ വെച്ചോടത്തൊക്കെ നമുക്ക് ഈ കൊറോഷൻ്റെ തുരുമ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതിനെ പീരിയോഡിക്കലി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളൂ. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചാർജറിൻ്റെ ഇൻസ്റ്റലേഷൻ പോലെ തന്നെ എക്സ്പെൻഡിച്ചറാണ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പാനൽസ്. ആ പാനൽസ് നമുക്ക് 5 ലക്ഷത്തിനും ചെയ്യാം, 50,000 രൂപയ്ക്കും ചെയ്യാം. 50,000 രൂപയ്ക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? ആദ്യം പാനലിൻ്റെ ഭാഗം പോകുന്നതിന് മുമ്പ് ചാർജർ ആയിരിക്കും നശിക്കുന്നത്. ഇപ്പോൾ എന്ത് ഡാമേജുകൾ വരുന്നുണ്ടെങ്കിലും ഇലക്ട്രിസിറ്റിയാണ്, നമ്മൾ വീടുകളിൽ തന്നെ കാണുന്നല്ലേ, അതിന് വരുന്ന പ്രശ്നങ്ങൾ പാനലിലാണ് ആദ്യം വരുന്നത്, ചാർജറിലേക്ക് വരില്ല. അപ്പോൾ ചാർജർ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിനൊക്കെ പുറമെ ചാർജേഴ്സ് ഇൻഷുർഡ് ആണ്. പിന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരാൻ, അതല്ലാതെ കമ്പനി പ്രൊജക്റ്റ് ഇല്ല. കാരണം ഇപ്പം നമ്മൾ ചാർജ് ചെയ്യുന്നു, നമുക്ക് ഷോക്ക് അടിച്ചു,
എന്ത് നഷ്ടപരിഹാരം കിട്ടും? നമ്മുടെ എന്ത് തെറ്റാണ്? തേർഡ് പാർട്ടി മുതൽക്ക് നാച്ചുറൽ കലാമിറ്റീസ് മുതൽക്ക് എൻറ്റയർ പ്രൊജക്റ്റ് ഇൻഷുർഡ് ആയിട്ടാണ് നമ്മൾ മുന്നിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, എങ്കിൽ പോലും പുതിയ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ്, എനിക്കൊരു സ്ഥലം വേണോ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു കോഫി ഷോപ്പുണ്ട്, അതിൻ്റെ സൈഡിൽ ചാർജർ വയ്ക്കണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ? ഇപ്പം നടക്കുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്ഥലം ആരും സാക്രിഫൈസ് ചെയ്യുന്നില്ല. കാരണം ഇത് തലമുറകളായി നമ്മൾ അടുത്ത ജനറേഷന് കൊടുക്കുകയും അല്ലെങ്കിൽ ഇതിനെ വിറ്റ് കാശാക്കി മറ്റ് ബിസിനസ്സിലേക്ക് ഇടുന്നതാണ് ഒരു ശരാശരി വ്യക്തികളുടെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി സെക്യൂർ ചെയ്ത ലൊക്കേഷനുകളിലേക്ക്, അതായത് ഇപ്പോൾ നമുക്കൊരിക്കലും ശോഭ സിറ്റിയുടെ ഫുട്ഫോൾ ഉള്ളൊരു സ്ഥലം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. പറ്റില്ലല്ലോ. ഇത്രയും കമ്മ്യൂണിറ്റീസ് വരും, അപ്പോൾ അത്രയും വണ്ടികൾ വരും. അപ്പോൾ ഇപ്പോൾ നടക്കുന്നൊരു ട്രെൻഡ് കമ്പനി സെക്യൂർ ചെയ്തിട്ടുള്ള ലൊക്കേഷനുകളിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രെൻഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വന്തമായി മാളുകളോ ഹോട്ടലുകളൊക്കെ ഉള്ള പല വലിയ സംരംഭകരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്ത് ചാർജസ് ചെയ്യുകയാണ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ലാഭം. കാരണം ഇതിൽ ഡെഫിനറ്റ്ലി ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് കിട്ടും, അല്ലേ? അല്ലെങ്കിൽ അതിന് റെൻ്റ് കിട്ടില്ല. ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രസ്ഥാനങ്ങളും ഇല്ലാത്ത ഒരാൾക്ക് ഏറ്റവും നല്ലത് കമ്പനി ഓൺ ചെയ്യുന്ന പ്രൊജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു ചെറിയ റോഡ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കോട്ടയത്ത് നിന്നും കുറവിലങ്ങാട് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ചാർജർ ആവശ്യമാണ്, ഇല്ലേ? അങ്ങനെ വരുമ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ചെറിയ സ്പേസ് അതിന് വേണ്ടി വരില്ല. അല്ലാതെ ചെറിയ പറമ്പുകളിലൊക്കെ ഇത് വന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു റോഡിലൂടെ ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ചാർജ് ചെയ്യണമെങ്കിൽ പറ്റുന്നത്? അതെ. ഇത് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 3500 പെട്രോൾ പമ്പുകളുണ്ട്. എന്നിട്ടും നമ്മൾ പല സ്ഥലത്തെത്തുമ്പോഴും പെട്രോൾ പമ്പുകൾ നമുക്ക് ഷോർട്ടേജ് ആണ്, അല്ലേ? EV എന്ന് പറയുന്നത് ഇത്രയും മിനിറ്റ് സമയം ഇരുന്ന് നമ്മൾ ചാർജ് ചെയ്യും വേണം, പിന്നെ എത്തുമ്പോൾ ചാർജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, അല്ലേ? അപ്പോൾ ചെറിയ ചാർജേഴ്സ് ഇപ്പം നമ്മൾ റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ പെനിട്രേറ്റ് ചെയ്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ, അതായത് ഇപ്പോൾ ഹോട്ടലുകൾ, ചെറിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ റെസ്റ്റോറൻറ്റുകൾ, അതേപോലെ തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലുള്ള ഹോട്ടലുകളിലൊക്കെ, പിന്നെ അതേപോലെ തന്നെ ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചാർജേഴ്സ് നമുക്ക് വേണം, പക്ഷേ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് നാഷണൽ ഹൈവേനെയും സ്റ്റേറ്റ് ഹൈവേനെയാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത്. ആ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാജുവലി പെനിട്രേറ്റ് ആവും. ഇപ്പോൾ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ചാർജേഴ്സ് വെച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടൂരിനുള്ളിലേക്ക് പോകുന്ന മലയോര പ്രദേശങ്ങളിൽ, ഇടുക്കി ഏരിയകളിൽ, ഇപ്പോൾ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചാർജേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ആവശ്യമുള്ള സ്ഥലങ്ങൾ ഹിൽ സ്റ്റേഷൻസ്. കാരണം കയറ്റം കയറി ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ചാർജ് പോകുന്നു, അപ്പോൾ ഒരു പേടി വരുന്നു. അതെ. വയനാട്ടിൽ നമ്മൾ ക്വൈറ്റ് സ്ട്രോങ് ആണ്. ഒരു 5ഓളം ചാർജിങ് പോയിന്റ്സ് നമുക്കുണ്ട്, ഫാസ്റ്റ് ചാർജേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഗവൺമെൻറ്റായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട്, ഞാനത് അനൗൺസ് ചെയ്യുന്നില്ല, ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ മാത്രം ഗവൺമെൻറ് നമുക്ക് വിട്ടു തന്നിട്ടുള്ള കുറച്ച് ലൊക്കേഷനുകളുണ്ട്. ആ ലൊക്കേഷനുകളിൽ നമ്മുടെ വളരെ സൂപ്പർ ചാർജേഴ്സ് ഡെഫിനറ്റ്ലി വരുന്നതായിരിക്കും. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇതിലും വലിയ ഹബ്ബുകളാണ് അവിടെ വരുന്നത് മലയോര പ്രദേശം, ഇൻക്ലൂഡിങ് സ്കൂട്ടേഴ്സ് കേട്ടോ. ഈ സ്കൂട്ടേഴ്സിനൊക്കെ ആകെ 80-50 കിലോമീറ്റർ അല്ലേ റേഞ്ച് ഉള്ളത്. ഇൻക്ലൂഡിങ് അവർക്ക് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോയി ചാർജ് ചെയ്യാനുള്ള 3.3യുടെ പ്ലഗോട് കൂടിയിട്ടുള്ള ചാർജേഴ്സാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ഞാൻ കേട്ടത്, ഇപ്പം നമ്മളിപ്പം നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും താരിഫാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ താരിഫ്. അത് ഈവനിങ്ങിൽ വല്ലാതെ താരിഫ് കൂടിയെന്ന് കേട്ടല്ലോ. അത് നമ്മുടെ ഈ കസ്റ്റമേഴ്സ് അറിയുന്നുണ്ടോ സംഭവം? ഇത് നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിനെ, അതായത് നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ നമ്മളിത് ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഞങ്ങൾ റിന്യൂവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകം അവിടെ ഇപ്പോഴും ഇൻ ദ പൈപ്പ് ലൈനാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് മുന്നേ. പക്ഷേ ഗവൺമെൻറ്റാണ് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു കമോഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ആശയം, അതായത് കേരളത്തിൽ സോളാർ പ്രൊഡക്ഷൻ കൂടുതലാണ്. അപ്പോൾ KCB എല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം, എല്ലാ ചാർജ് പോയിന്റ് ഓപ്പറേറ്റേഴ്സിനെ എല്ലാവരും വിളിച്ച് ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം KCB ആണ് ഡിസൈഡ് ചെയ്തത് സോളാർ അവേഴ്സും നോൺ സോളാർ അവേഴ്സും എന്നുള്ളത്. അതായത് സോളാർ അവേഴ്സിൽ കിട്ടുന്ന പൈസയുടെ ഏകദേശം ഡബിൾ കോസ്റ്റ് ആണ് നോൺ സോളാർ അവേഴ്സ് എന്ന് പറയുന്ന സമയത്ത്. ഞാൻ പ്രൈസസ് പറയുന്നത് വൈകുന്നേരങ്ങൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞുള്ള സമയം. അപ്പോൾ KCB പറഞ്ഞിട്ടുള്ള ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് സോളാർ അവേഴ്സ് എന്ന് പറയുന്നത്. ഈ സോളാർ അവേഴ്സ് കഴിയുന്ന സമയത്ത് ഏകദേശം 4 മണി മുതൽ വൈകുന്നേരം പുലർച്ചെ രാവിലെ അഗൈൻ 9 മണി വരെ ഏകദേശം ഡബിൾ കോസ്റ്റ് ഉണ്ട്. അതായത് ആ സമയമല്ലേ പീക്ക് ലോഡ്, നമ്മളെല്ലാവരും മാക്സിമം പവർ കൺസ്യൂം ചെയ്യുന്നത്. ആ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിച്ചതല്ലേ കഴിഞ്ഞ വേനൽക്കാലത്ത് സബ്സ്റ്റേഷനുകൾ കട്ട് ഓഫ് ആവുന്നു, സഫിഷ്യൻറ്റ് ട്രാൻസ്ഫോമർ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, കാരണം ഈവൻ KCB വിചാരിച്ചതിനേക്കാളും കൂടുതൽ EVs ഇമ്മീഡിയറ്റ്ലി ഡെവലപ്പായി.
എല്ലാവരും വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യണത്. ഇവർ മെയിനായിട്ട് റെസിഡൻഷ്യൽ ഏരിയാസ് ആണ് ആദ്യം നോക്കിയത്, പിന്നെ പബ്ലിക് ചാർജിങ് സെക്ടേഴ്സ് കണ്ടമാനായി. ഇപ്പം നമ്മൾ മാത്രമല്ലല്ലോ, KCBക്ക് സ്വന്തമായ ചാർജേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ കൺസംഷൻ അത്രയും കൂടിയതുകൊണ്ട് KCB അതിനൊരു തടയിടാനായിട്ട്, അതല്ലെങ്കിൽ ഒരു കൺട്രോൾ മെഷറിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അവർ ആ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിന്യൂവബിൾ എനർജി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 വർഷങ്ങളായി കഴിഞ്ഞു. ഇതിൻ്റെ പ്രോസസ്സ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ എനർജീസ് ആയിരിക്കും ഈ ചാർജേഴ്സിൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകും. അങ്ങനെ വരുന്ന പക്ഷം നമുക്കൊരു വയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റേറ്റ് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും. ഞാനും ബൈജേട്ടനൊക്കെ EV ഉപയോഗിക്കുന്നവരല്ലേ. അൾട്ടിമേറ്റ്ലി നമ്മൾ EV എടുക്കുന്നത് എന്തിനാണ്? ഇതിൻ്റെ പവറൊന്നും കണ്ടിട്ടല്ലല്ലോ, ഇതിൻ്റെ ലാഭം കണ്ടിട്ട് തന്നെയാണ്. ആ ലാഭം ഒരിക്കലും പെട്രോളിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് വയബിൾ ആവില്ല. കാരണം ബാറ്ററിയുടെ ലൈഫ് നമുക്കറിയാം, എഞ്ചിനാണെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് മുന്നിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു റീസണബിൾ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന താരിഫുകൾ വയബിളാണ്. ഓൾ ഇന്ത്യയിലെ താരിഫുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം മച്ച് ബെറ്റർ ആണ് കേട്ടോ. 36 രൂപയ്ക്ക് പ്ലസ് പെർ യൂണിറ്റ് വിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. പിന്നെ വണ്ടിക്ക് ടാക്സ് ഒഴിവാക്കി കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ പോലും താരിഫിൽ പിടിക്കുകയാണ്. അതെ, അതിന്റെ പുറമെ ഞാൻ ഇന്നാള് ചെന്നൈയിൽ ചെന്ന ഒരു സ്ഥലത്ത് ചാർജ് ചെയ്യാനിട്ടപ്പോൾ 36 രൂപ ഇൻക്ലൂഡിങ് ടാക്സ് വരുന്നുണ്ട്. ഇതിന് പുറമെ പാർക്കിംഗ് 50 രൂപ അഡീഷണൽ പെർ അവർ. അപ്പൊ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡിന്റെ അടുത്ത് എത്തി. നമ്മൾ EV മേടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിനെന്തായാലും കൺട്രോൾ ചെയ്യണം. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്തൊക്കെയോ പോളിസികൾ കൊണ്ടുവരുന്നുണ്ട് പവറിൽ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് ഗവൺമെന്റ് അതൊരു കൺട്രോൾ മെഷറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് EV പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം. സ്റ്റേറ്റ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം കേരളത്തിൽ അത്ര വൈദ്യുതി ഇല്ല. നമ്മൾ ഏകദേശം 30-40% വൈദ്യുതി ഉള്ളൂ. ബാക്കി പുറത്തുനിന്നല്ലേ മേടിക്കുന്നത്. അപ്പൊ പൂർണ്ണമായും ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു ബോർഡ് പോലത്തെ KCB പോലത്തെ ഒരു ഇതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പം പീക്ക് അവേഴ്സിൽ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ രാവിലെ 9 തൊട്ട് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഓഫീസിലോ ജോലിക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനോ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലായിടത്തും ഈ ചാർജസ് വരും. ആ സമയത്ത് ഫില്ല് ചെയ്യുക. പീക്ക് അവേഴ്സ് എന്തായാലും നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല, പക്ഷെ അതൊരു സൗകര്യമായിരുന്നു വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോൾ കുത്തിയിടുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് മനസ്സിലാക്കണം. പകൽ ചാർജ് ചെയ്യുന്നതാണ് ബുദ്ധി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചാർജ് കൂടുന്നുണ്ട്. കൂടുതൽ ലാഭകരമായിട്ട് ചെയ്യണമെങ്കിൽ പകൽ ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞാണ് നമ്മൾ സംസാരിച്ചത് പറഞ്ഞായിരുന്നു, നമ്മൾ അതൊരു ഒരു ഡ്രീം, രാംനാഥിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ ഹൈവേയിലൂടെ യാത്ര ചെയ്താലും നിങ്ങൾക്ക് GoEasy ചാർജ് ചെയ്യാൻ പറ്റും. അത് ഏത് ഘട്ടം വരെ എത്തി? അത് ഇപ്പോൾ നമ്മൾ എൻറ്റയർ സൗത്ത് ഇന്ത്യനെ കവർ ചെയ്തുകൊണ്ടുള്ള ഹബ്ബുകളാണ്. ഏകദേശം 22 ഹബ്ബുകളുടെ പ്രൊജക്റ്റുകളാണ് സൗത്ത് ഇന്ത്യനെ കവർ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അത് ഹബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ് മാത്രം ചാർജ് ചെയ്യുന്ന ഹബ്ബുകളല്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷനിലെ എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നത് ഇന്റർ സ്റ്റേറ്റ് ട്രാവൽ ചെയ്യുന്ന ബസ്സുകൾക്കൊക്കെയാണ്. അതേമാതിരി കാർഗോ മൂവേഴ്സിനൊക്കെയാണ്. നമ്മൾക്ക് പോലെയല്ല ഒരു ഡീസൽ അടിച്ച് ഓടുന്ന വലിയൊരു ബസ്സിന് ഏകദേശം 2-3 കിലോമീറ്ററുകൾ കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ക്ലോസ് ടു 1 ഏക്കർ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ ബസ്സുകൾ, കാർഗോ മൂവേഴ്സ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വലിയ വണ്ടികൾ, കൂട്ടത്തിൽ നമ്മളത്തെ പോലത്തെ കാർ ഉപയോഗിക്കുന്നവർ, സ്കൂട്ടർ യാത്രക്കാർക്കൊക്കെ വന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഹബ്ബുകളാണ് നമ്മുടെ ഏകദേശം 20+ പ്രൊജക്റ്റുകൾ നടക്കുന്നത്. അതാണ് ഒരു മാസീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ്. ഇവിടെ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ മാത്രമല്ല, ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റ്സിൻ്റെ ഒരു വലിയ ഒരു കഫറ്റീരിയ ഏരിയ, റെസ്റ്റോറൻറ്റ്, നമ്മളല്ല, ഒരു തേർഡ് പാർട്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമുകൾ, മറ്റ് ഫെസിലിറ്റീസോട് കൂടി, പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഹൈവേയുടെ സൈഡ്, അങ്ങനത്തെ പ്രൊജക്റ്റുകളാണ് ഇപ്പം നടക്കുന്ന മാസീവ്. അത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ബേസിസ് ആയിട്ട്, ബേസിക്കലി എക്സ്ട്രീം ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സൗത്ത് ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്തിട്ട് കാരണം നമ്മളൊരു കേരള സ്റ്റാർട്ടപ്പാണ് അല്ലേ. കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ മാക്സിമം യാത്ര ചെയ്യുന്ന എവിടേക്കാണ്? ബാംഗ്ലൂർ, ഹൈദരാബാദ്, പോണ്ടിച്ചേരി, ചെന്നൈ അല്ലേ, വേണമെങ്കിൽ ഗോവ വരെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി എടുത്ത് റിസ്കിന് പോകുന്ന ആൾക്കാരില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ ബിസിനസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവിടെ നിന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇൻഡർസ്റ്റേറ്റ് ഓടുന്ന ബസ്സുകൾ മോർ ദാൻ 200 ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല, ഒരു വൺ ഓഫ് ദ ഫേമസ് ബസ് സർവീസ് നടത്തുന്ന ഒരു കമ്പനിയുടെ ഓണറുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയായിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിൽ ബി കമ്മിങ് ഷോർട്ട്ലി. പുള്ളി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർക്ക് പുള്ളിക്ക് ഏകദേശം കൊച്ചിയിൽ നിന്ന് ഡെയിലി 10 മുകളിൽ ബസ്സുകൾ ഓടുന്നുണ്ട്. പുള്ളിക്ക് പെർ ഡേ ഡീസൽ അടിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നത് 13 ലക്ഷം രൂപയാണ് ഡെയിലി. അപ്പോൾ ഇമാജിൻ, എന്തായാലും ഇവർ 1-2 ബ്രേക്കുകൾ എവിടെ എടുക്കുന്നുണ്ട്? ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആരും ഒറ്റയടിക്ക് 500-600 കിലോമീറ്റർ ഓടിക്കുന്ന ആൾക്കാർക്ക് വാഷ്റൂമിൽ പോകണം, ഭക്ഷണം കഴിക്കാം. ഈ ബ്രേക്കുകളിലൊക്കെ ഇവർ 30 to 40 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് ഈ വരുന്ന ചാർജസ് എല്ലാം, ദാറ്റ്സ് ദ പോയിന്റ്, ഈ വരുന്ന ചാർജസ് എല്ലാം 360 കിലോ വാട്ടിൻ്റെ അടുത്ത് പവറുള്ള ചാർജസാണ്. അപ്പോൾ കാറുകൾക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ, കാറുകൾക്കുള്ള ബേ നമ്മൾ സെപ്പറേറ്റ് ആണ് സെഗ്രിഗേറ്റ് ചെയ്തത്. ഈ പ്രൊജക്റ്റുകളാണ് അടുത്തത്. ഇതിൻ്റെ 360 വാട്ടിൻ്റെ ഒരു ചാർജർ ഉണ്ടെങ്കിൽ ഒരു ബസ് 80% ചാർജ് ആകാൻ ഈ 20 മിനിറ്റൊക്കെ മതിയാവും. മതി അല്ലേ? പിന്നെ ബസ്സുകളുടെയൊക്കെ ഏകദേശം ഒരു റിസീവിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഐ ബിലീവ് ഏകദേശം 240 മിനിമം റിസീവിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇന്നത്തെ ബസ്സുകൾ. ഇപ്പോൾ ഇന്നാൾ ഡൽഹി പ്രോഗ്രാമിന് ഷോയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അശോക് ലാലാൻഡ് മുതൽക്ക് മോണ്ട്ര എല്ലാവരും മോണ്ട്രയുടെ ഒക്കെ ട്രക്കുകൾ ഇഷ്ടംപോലെ ഓടുന്നുണ്ടെന്ന് പറയുന്നു. ഈ ക്വാറികളിലൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഓൾ ഇലക്ട്രിക് ആകുന്ന ഒരു പ്രവചനം ഞാനെന്ന് നടത്തി. എന്നാൽ രാംനാഥിൻ്റെ പ്രവചനം എന്താണ്? 2025 അല്ലേ, ഒരു 2027 കൂടി 50 ആയില്ലെങ്കിൽ ഒരു 35% ആവും ഡെഫിനറ്റ്ലി. ഇപ്പം കേരളത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളമാണ് ഏറ്റവും വലിയ EV അഡോപ്ഷൻ അല്ലേ, ആയിരുന്നു. ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ കർണാടകയും മഹാരാഷ്ട്രയും EV അഡോപ്ഷൻ പെട്ടെന്ന് കൂടി. കാരണം ഫസ്റ്റ്, അതായത് കേരളത്തിൽ EV അഡോപ്ഷൻ ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ആണ് അല്ലേ. ഈ കർണാടക മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ EV അഡോപ്ഷൻ കൂടിയത് ഫ്ലീറ്റ് സർവീസിലാണ്. കാരണം ഈ IT മേഖലകളിൽ കണ്ടമാനം ട്രിപ്പുകൾ ഓടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോഴല്ലേ ഊബറും ഒലയൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയത്. എന്നാലും ഒരു മലയാളിക്ക് ഊബറും ഒലയും ഉപയോഗിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോഴും സ്വന്തമായ ഒരു കാറ് എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പം നമ്മൾ വലിയ സിറ്റീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്വന്തമായിട്ടുള്ള കാറുകൾ വീക്കെൻഡ്സിൽ മാത്രമാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫ്ലീറ്റ് സർവീസുകൾ ഇമ്മീഡിയറ്റ്ലി അഡോപ്ഷൻ ടു EV വളരെയധികം കൂടി. പിന്നെ സിറ്റീസിൻ്റെ ഉള്ളിൽ മാത്രമല്ലേ ഓടുന്നത് ബൈചേട്ടൻ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മാക്സിമം 200 കിലോമീറ്ററൊക്കെ അവർക്ക് കവർ ചെയ്യേണ്ടു. അതിന് EV അല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ EV ആകാൻ എത്ര വർഷം എടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്? ഇപ്പോൾ ബാംഗ്ലൂര്, മുംബൈ, ചെന്നൈ, അതേപോലെ തന്നെ ഹൈദരാബാദ് എന്നീ ഇടങ്ങളിലൊക്കെ പബ്ലിക് സർവീസിൻ്റെ ഏകദേശം 10% അവർ EV ആക്കി കഴിഞ്ഞു. ബാംഗ്ലൂരൊക്കെ ഏകദേശം 2 വർഷങ്ങളായി. മുംബൈയിൽ ഓൾറെഡി അശോക് ലൈലാൻഡ് എന്ന പ്രൊജക്റ്റുകളാണ് അവരാക്കി കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ഡൽഹി മാൻഡേറ്ററി ആക്കിയിട്ട് എന്നോ മുതൽ EVs പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഡൽഹി അല്ലേ. അവിടെ പിന്നെ അതേമാതിരി മറ്റേ സ്ക്രാപ്പ് പോളിസിയും അതേമാതിരി നമ്പേഴ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡീസൽ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. കേരളം, തമിഴ്നാട് ഇപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ 10% കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി തിരുവനന്തപുരം ഏരിയകളിലൊക്കെ EVs സിറ്റീസിൽ KSRTCയുടെ വണ്ടികൾ ഓടുന്നുണ്ട്. സൂൺ ഓർ ലേറ്റർ, കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് 600 കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസ് രണ്ടെന്നുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300 റേഞ്ചുള്ള വണ്ടികൾ എങ്ങനെ പോയാലും 250 കിലോമീറ്റർ റേഞ്ച് കിട്ടും. ഈ ചെറിയ ചെറിയ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ടേഷൻ EVയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹ്യൂജ് പ്രോഫിറ്റാണ്. കാരണം രാത്രി 11 മണി കഴിഞ്ഞിട്ട് ഓടുന്ന ബസ്സുകളുടെ അളവ് വളരെ കുറവാണ്. ടേക്ക് ഇറ്റ്, നമ്മൾ കൊച്ചിയിലുള്ളവരാണ്. കൊച്ചിയിൽ ലോക്കൽ ബസ് മാത്രം എത്ര കാണും? ഏകദേശം ഒരു 100-300 ബസ് കാണില്ലേ? ഇല്ലേ? ഇവരൊരു ദിവസം മാക്സിമം ഓടേണ്ട എവിടെയാണ്? മെറൈൻ ഡ്രൈവ് മുതൽ ഫോട്ടോ വെച്ച് ഓടി, ഫോട്ടോ വെച്ച് MG റോഡ്, ഇത് എത്ര ഓടേണ്ട? അവർ മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 200 കിലോമീറ്റർ അല്ലേ. രാത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല 7 മണി കഴിഞ്ഞിട്ട് ലോക്കൽ ബസ് ഉണ്ട്, ഏതോ 8 മണി അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ സമയം അവർക്ക് കുത്തിയിട്ടാൽ സ്ലോ ചാർജ് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം മെയിൻ്റനൻസ് കോസ്റ്റ് ഹ്യൂജ് അല്ല. അത് മാത്രമല്ല നമ്മളെ പരിസ്ഥിതി മലിനീകരണം നോക്കിയാൽ ടൗണിൽ ഈ ബസ്സുകളുടെ ഡീസലിൽ നിന്നുള്ള പുകയാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലേ. അതിലൊരു വലിയ വ്യത്യാസം വരും. 2 വീലറിൽ പോകുന്നവർക്ക് അതിൻ്റെ വേദന അറിയുന്നത് അല്ലേ. നമ്മൾ ഈ കാറുകളിൽ പോകുന്നതുകൊണ്ടാണ് 2 വീലറിൽ പോകുമ്പോൾ ഈ ബസ്സിൻ്റെ സൈഡിലൂടെ പോവുക, ഈ ചൂട്, ഈ പൊല്യൂഷൻ ഇസ് എ ഹ്യൂജ്. അതെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും ഇപ്പോൾ ടാക്സ് ഒക്കെ അല്പം കൂട്ടി EVകളുടെ കാര്യത്തിൽ അല്ലേ, ശകലമൊന്ന് കൂട്ടി. കാരണം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും EVയുടെ ടാക്സ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു മാർഗ്ഗമില്ലാതെ കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തായാലും അങ്ങനെ മാരകമായി കൂട്ടിയില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ നമുക്കിനി വീണ്ടും ചാർജിങ് സ്റ്റേഷനിലേക്ക് വരാം. ഇപ്പം ഈ പറഞ്ഞല്ലോ നമ്മുടെ 220-ലേറെ ചാർജിങ് സ്റ്റേഷൻ ആയി കഴിഞ്ഞു. ഇത് ആരാ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളിപ്പം എല്ലാം തന്നെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ആൾക്കാർ? കാരണം തീർച്ചയായിട്ടും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇഷ്ടം കാര്യമായ രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാം ചാർജിങ് സ്റ്റേഷനായിട്ട്. പക്ഷേ ഇപ്പോൾ ആരും ഇത് ഇൻവെസ്റ്റ് തുടങ്ങിയിരിക്കുന്നവർ? ചാർജിങ് സ്റ്റേഷൻ ബിസിനസ് എന്നതിൻ്റെ ഒരു ചാംനെസ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മാൻലെസ് ഓപ്പറേഷനാണ്.
ഇപ്പോൾ ബൈജേട്ടന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ മാളിൻ്റെ ആൾക്കാരോ അത് അടിച്ചു വരുന്നു എന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് ആരും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു നമ്മളൊരു കടയോ പ്രസ്ഥാനമാണെന്നുണ്ടെങ്കിൽ രാവിലെ ഷട്ടർ തുറക്കണം, ചരക്ക് വരണം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം, വണ്ടികൾ വേണം, ഇതൊക്കെ വരും, നോക്കൂലി വരും, അങ്ങനെ പല കൂലികളും വരും. അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷനിൽ മാൻലെസ് ആയതുകൊണ്ട് ഇതിൽ മെജോറിറ്റി പീപ്പിൾസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് റിട്ടയേർഡ് പീപ്പിൾസ് റിട്ടയർഡ് ആൻഡ് സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, റാദർ ദാൻ അവരുടെ പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിന് പകരം പ്രോപ്പർട്ടീസ് മേടിക്കുന്നതിന് പകരം ഇതൊരു ബൂമിംഗ് ഇൻഡസ്ട്രി ആയിരുന്നു. പിന്നെ ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന NRIs ആണ്. ഞാനൊരു NRI ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് നാട്ടിൽ പുതിയൊരു പ്രസ്ഥാനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒറ്റ പരിപാടിയാണ് എന്നുള്ളത്, സ്ഥലം മേടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാം. ഇത് എന്തുകൊണ്ടാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ വളരെ ചെറുതാണ് കമ്പയറിങ് ടു വലിയ റിയൽ എസ്റ്റേറ്റുകൾ. പിന്നെ ഇതിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 300% ഇയർലി എന്നുള്ള രീതിയിലാണ് ഗ്രോത്ത്. അപ്പോൾ മെജോറിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ NRIs ആൻഡ് റിട്ടയർഡ് പീപ്പിളാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ ശോഭയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെനീബ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൺ ദ വേ നമുക്ക് ചോദിക്കാം, പുള്ളിയും NRI ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമുക്ക് പുള്ളി ഒന്ന് കണ്ട് സത്യമാണെന്ന് ചോദിക്കാം. അതെ, പുള്ളിയോട് ചോദിക്കണം. ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ, സത്യമാണോ എന്ന് മാത്രമല്ല ബൈജേട്ടൻ. ഇതിൽ നമ്മൾ എങ്ങനെ അവരെ ഇതിൽ പ്രൊജക്റ്റ് തീർത്തു കൊടുത്തു, അവർ ഹാപ്പി ആണോ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണമല്ലോ. അല്ലാതെ ഇത് നമ്മളായിട്ട് ഇത് പറഞ്ഞ് പറയിപ്പിക്കുന്ന പോലെ ആവരുത്. ഓക്കെ, നമ്മൾ അതവിടെ കണ്ടേക്കാം. കാണാം. നമ്മൾ നേരത്തെ നടന്നു വരുമ്പോൾ പറഞ്ഞില്ലേ ഇതിൻ്റെ പിന്നിലൊരു ഇൻവെസ്റ്റർ ഉണ്ടെന്നുള്ളത്, ആ വ്യക്തിയാണ് മിസ്റ്റർ ഷെനീബ്. അപ്പോൾ ഷെനീബിൻ്റെ കൂടെ ഒരാളെയും കൂടി ഞാൻ കാണുന്നുണ്ട്. ആരാണ് ഇദ്ദേഹം? നൗഷാദാണ്. നമുക്ക് ഇങ്ങനൊരു ഐഡിയ തന്നതും ഇതിലേക്ക് എത്താനുള്ളൊരു വഴി കാണിച്ചു തന്നതും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സൂത്രധാരകൻ എന്ന് പറയുന്നത് മിസ്റ്റർ നൗഷാദാണ്. അതെ അതെ അതെ. അപ്പോൾ എന്നാൽ നൗഷാദ് സാർ പറയട്ടെ, എന്താണ് ഇതിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ നൗഷാദ്, ഈ തീർച്ചയായിട്ടും ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇലക്ട്രിക് കാറുകളാണെന്നുള്ളൊരു സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ തുടങ്ങാം എന്നൊരു തോന്നൽ വന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് ഒരുപാട്, ഇപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന പല സംരംഭത്തിലും നമ്മൾ ചെറിയ തോതിൽ പാർട്ട് ടൈം ആയിട്ടും പലതിലൊക്കെ ആക്റ്റീവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. മിനി ബാറ്ററി കാറുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക് കാറുകളുടെ വലിയൊരു യുഗത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ വലിയ വലിയ വമ്പന്മാരൊക്കെ ആക്ച്വലി ഈ ഒരു മേഖലയിലെ കൊടികുത്തി വാഴുന്ന വലിയ വമ്പന്മാരാണ്. അവരൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ മാർക്കറ്റിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സോ നമ്മളിതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഈ ഗോയ്സി എന്ന് പറയുന്ന അവരുടെ ആ ഒരു സർവീസും അവരുടെ ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ താല്പര്യപ്പെട്ട് വന്നപ്പോൾ കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്യിച്ചത് അവരുടെ ആ ഒരു സർവീസൊക്കെ തന്നെയാണ്. പിന്നെ പുതുതായിട്ട് വരുന്നവരെ സംബന്ധിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹെഡേക്കും ഇല്ലാതെ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മുടക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ബിസിനസ്സിൽ വരുന്ന ഒരു തലവേദനകളും കാര്യങ്ങളും. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫുകളുടെ ആവശ്യമില്ല. നമുക്കൊരു മൈൻഡ് ഫ്രീ ആയിട്ട് ഒരു സംരംഭം തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തലവേദനകളൊന്നും ഇല്ലാതെ തന്നെ ഏതൊരാൾക്കും, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മന്ത്ലി നല്ലൊരു റിട്ടേൺസ് സിമ്പിളായിട്ട് നമുക്ക് ഒരു തലവേദന ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു തുക ഉണ്ടല്ലോ, ആ തുക വേറൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പൈസ കിട്ടില്ലേ? തീർച്ചയായിട്ടും ആ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആംഗിളിൽ പോവുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ടെൻഷൻ എഫർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാണുന്നുള്ളൂ. കാരണം ഇന്ന് സാധാരണക്കാരൻ മറ്റുള്ള മേഖലകളിൽ റിസ്ക് ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ബാങ്കുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിയൊക്കെ വളരെയധികം ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അത്തരത്തിൽ വലിയൊരു ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു, പ്രത്യേകിച്ച് ഒരു മാൻ പവർ അല്ലല്ലോ, ആകെ ശമ്പളം കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ATM കൗണ്ടർ തുടങ്ങിയാൽ പോലും അതിൻ്റെ അത് ഒരു സെക്യൂരിറ്റി വെക്കണം. ഇത് അതുപോലെ വേണ്ട, ഒന്നും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് ജസ്റ്റ് അതിനൊന്ന് വാച്ച് ചെയ്യാന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. എത്ര ദിവസം കൂടുമ്പോൾ വന്ന് ഇതൊക്കെ നോക്കും? എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഇല്ല. കാരണം ഇപ്പോൾ ക്യാമറ കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് വീക്കിലി വൺസ് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. വീക്കിലി വൺസ് ജസ്റ്റ് ഒക്കെ ഒന്ന് വന്ന് ഇങ്ങനെ നോക്കി പോകാമെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഗോയ്സിയുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്.
സോ അത് തന്നെയാണ് കാരണം. ആദ്യമായിട്ട് വരുന്ന ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സംരംഭവും നമുക്ക് അറിവില്ലാത്തതിൻ്റെ പേരിൽ ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇവിടെ അത്തരത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും നമ്മളെ വെൽ സ്റ്റഡി തരുന്ന ഒരു ഇൻഫർമേഷൻ തരുന്ന. അപ്പോൾ നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേ പെർമിഷൻസും പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ചെയ്തു തന്നത് ഗോയിസി തന്നെയാണോ? തീർച്ചയായിട്ടും അവർ തന്നെയാണ് അതിൻ്റെ 100% കാര്യങ്ങൾ നമ്മളെ ഗൈഡ് ചെയ്തതും. നമുക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈവൻ നമ്മളിപ്പോൾ സംസാരിച്ച് ഈ എത്തുന്നത് വരെയുള്ള എല്ലാ മൊമെൻറ്റുകളും അവരുടെ പ്രസൻസ് ഒരുപാടുണ്ട് നമുക്ക്. അപ്പോൾ എത്ര കാലമായി നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇവിടെ? ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഒരു അടുത്തായിട്ട് നമ്മൾ നീങ്ങി. അതിൻ്റെ ഇടയ്ക്ക് നേരിട്ട പ്രശ്നങ്ങൾ എന്താണ്? അപ്പം എന്തെങ്കിലും സർവീസിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഷട്ട് ഡൗൺ ആയിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ അവരുടെ സർവീസുകളും കാര്യങ്ങളും ഓൾറെഡി നമുക്ക് കിട്ടുന്നതിൻ്റെ പേരിൽ നമുക്ക് അങ്ങനത്തെ ഒരു തലവേദനയോ കാര്യങ്ങളോ ഇന്നേ വരെ ഈ ഒരു ഇതിൽ വന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് മറ്റൊരു ബിസിനസ്സിലും കാണാത്തൊരു കംഫർട്ടബിലിറ്റി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നു. അത് തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ മറ്റുള്ളവരോടും ഒരു അഡ്വൈസായിട്ട് പറയാനാണെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ കടന്ന് വരിക. കാരണം ഗോയിസി പോലെയുള്ള അവരുടെ ഒരു സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മളവർ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഒരു ചാർജ് ശേഷം നിർത്താനാണ് പരിപാടി അതോ ഇനി മുന്നോട്ട് ഇനി? അല്ല, നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ 1-2 സ്ഥലങ്ങളിൽ തന്നെ ഇവരുമായിട്ട് തന്നെ വർക്കിംഗ് ഓൺഗോയിങ് ആണ്. അപ്പോൾ ഇനിയും കൂടുതൽ ഫ്രാഞ്ചൈസികൾ പോലെ നമുക്കത് വർക്കൗട്ട് ചെയ്യാനുള്ള താല്പര്യം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു മേഖലയിൽ കടന്നു വരണമെങ്കിൽ എന്താണ് അതുപോലെ പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമാണല്ലേ ഇത്? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായ്മയാണ് പല ആൾക്കാരും പല ബിസിനസ്സിലേക്കും നമുക്ക് എത്തിപ്പിക്കാനുള്ളത്. കാരണം എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവരുടെ ഈ ഒരു സപ്പോർട്ടിൽ നമുക്കിത് വില്ലിങ് ആണ് എങ്കിൽ, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളതിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ 100% നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അവർ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും കടന്നു വന്നുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ വീട്ടിലിരുന്ന് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി ഈ ഒരു ബിസിനസ് റണ്ണിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തുടക്കത്തിൽ ഇപ്പം രാംനാഥ് നിൽക്കുന്നുണ്ടൊന്നും വിചാരിക്കണ്ട, കുറേ സാധനമൊക്കെ വരച്ചൊക്കെ കാണിച്ചിട്ടായിരിക്കുമല്ലോ, പടമൊക്കെ കാണിച്ചായിരിക്കുമല്ലോ ഇതിലേക്ക് വന്നത്. അതുപോലൊക്കെ തന്നെ ഫിനിഷ് ചെയ്തൊക്കെ തന്നു. ഓ യെസ് യെസ് യെസ്. അവർ പറയുന്നതിനെക്കാട്ടിയും ഒരുപക്ഷെ അവർ പറയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, പക്ഷെ അത് ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലും മേലെ അതുക്കും മേലെ എന്നൊക്കെ പറഞ്ഞൊരു ഫിലിം ഡയലോഗ് പോലെ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. സന്തോഷമാണ് കേട്ടോ, ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും യാതൊരു പരാതിയും പറഞ്ഞില്ല എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. തന്നെയല്ല എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലം ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും മടിച്ചു നിൽക്കാതെ വരാം. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം കേരളം പോലെ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ബംഗാളിയെങ്കിലും പണിക്ക് വെക്കണം, ഇത് അതുപോലും ഇല്ല. അങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പുതിയ ചാർജിങ് സ്റ്റേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ? ശരി, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും രാംനാഥ് നെഞ്ചെടുപ്പോടുകൂടി നിൽക്കുകയായിരുന്നു. നൗഷാദ് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു. അല്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ വെച്ചാൽ പലരോടും സംസാരിച്ചിട്ടുണ്ട്. ആരും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു കൃത്യമായ ഒരു ഇതിലങ്ങ് പോകുന്ന ഒരു ബിസിനസ്സാണ് അല്ലേ. ഇതിനകത്ത് അങ്ങനെ ഒന്നും വരാനില്ല, പ്രശ്നങ്ങളൊന്നും വരാനില്ല എന്നുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ പോകും. തന്നെയല്ല, എന്താ പറയുക, ഇവരുടെ കാര്യത്തിൽ ഗോയിസിയുടെ കാര്യത്തിൽ ഏർലി ബേർഡാണ്. തുടക്കം നമ്മളൊക്കെ ആദ്യമായി ചാർജ് സ്റ്റേഷൻസ് കണ്ടു തുടങ്ങിയത് തന്നെ ഗോയിസിയുടെ ആയതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ പലരും വിഴുങ്ങാൻ വരില്ലേ, പല കമ്പനികളും. അങ്ങനെ വന്നിട്ടുണ്ടോ? ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഒരു വഴിയിലൂടെ നടക്കുന്നു, അതിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അതിന്ന് ചാർജിങ് സ്റ്റേഷൻസ് ഇടുന്നു. കമ്പനി ഇപ്പോൾ 2025 കമ്പനിയുടെ സ്വന്തം ഷെയർസ് ലിക്വിഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കുറച്ച് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സുകൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓഫ് കോഴ്സ് കുറേ പേര് നമ്മൾ നോക്കി കാണുന്നുണ്ട്. ഇത് പൂർണ്ണമായി വിഴുങ്ങുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരം പറയാനുള്ള സമയമായിട്ടില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ സർവീസ് സെക്ടറാണ്. അത് നന്നായി വൃത്തിയോടുകൂടി ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇതിൽ പല നമ്മളെക്കാൾ കഴിവുള്ളതും നമ്മളെക്കാൾ പവർ ഉള്ളതുമായിട്ടുള്ള പല ആൾക്കാരും ഗോയിഷിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഫ്യൂച്ചറിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതായിരിക്കും. അതെല്ലാം വഴിയെ വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഗ്ലോബലി തന്നെ പോകാവുന്നൊരു ബിസിനസ്സായത്, അതുകൊണ്ട് അതിൻ്റെ അസാധ്യമായ പൊട്ടൻഷ്യൽ ഉള്ള ഒരു അൾട്ടിമേറ്റ്ലി എന്താണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഇനി ഇതിപ്പോൾ ഒരു പെട്ടെന്ന് ആൾക്കാർ ചോദിക്കും ഇത് ഔട്ട്ഡേറ്റഡ് ആവില്ലേ, അടുത്ത ടെക്നോളജി വരില്ലേ. നമ്മൾ സർവീസ് പ്രൊവൈഡറാണ്. ഈ പെട്രോൾ പമ്പ് നടത്തുന്ന പോലെ പെട്രോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ പമ്പിൽ മെഷീൻ നമ്മൾ ഉണ്ടാക്കുന്നില്ല.
നമ്മൾ ഇതിനെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു പബ്ലിക്കിന് വേണ്ട സർവീസ് നമ്മൾ കണ്ടിന്യൂസ് കൊടുക്കുക. ടെക്നോളജി മാറിയാൽ ടെക്നോളജിയെ മാറ്റുക, അല്ലെങ്കിൽ പുതിയ ചാർജേഴ്സ് കൊണ്ടുവരിക. ആ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്ന വേ പോയിന്റ് ആണ് എപ്പോഴും, ഡെസ്റ്റിനേഷൻ ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ശോഭ മാൾ മാറാൻ പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ലുലു മാൾ മാറാൻ പോകുന്നില്ല. ദാറ്റ് വിൽ ബി ദർ. We also will be there. Yes, we also will be there. വേറെ കാര്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാംനാഥിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏത് ഇത്തരത്തിലുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ സ്ഥാപിക്കുന്നതോട് സംസാരിച്ചാലും പുതിയ, അതായത് എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും വിൻമില്ലൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഗോയിസ് വിൻമില്ലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം എനർജി തന്നെ ആയിരിക്കും. ഇലക്ട്രിസിറ്റി പണ്ടങ്ങൾ മോശം കറണ്ടൊന്നും അല്ലല്ലോ വിൻമില്ലിൽ നിന്ന്. കറണ്ട് എല്ലാം ഒന്ന് തന്നെയല്ലേ, കറണ്ട് പെട്രോളും ഡീസലും പോലെയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം വെച്ചാൽ താരിഫ് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ മുന്നിലേക്ക് പോകുമ്പോൾ. അതായത് ഒരു പരിധിക്ക് അപ്പുറം, പ്രത്യേകിച്ച് EVകൾ നമ്മൾ മേടിക്കുന്നത് പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ്. ഈ പ്രോഫിറ്റിന് വേണ്ടി മേടിക്കുമ്പോൾ ഏകദേശം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഹൈബ്രിഡിൻ്റെയൊക്കെ പ്രൈസിലേക്ക് എത്തിയത് ഒരിക്കലും വയബിൾ അല്ല. അപ്പോൾ താരിഫുകളെ പരമാവധി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇതിൽ ഒരു കൺസ്യൂമർക്ക് വേണ്ട ഒരു, എന്നാൽ പ്രോഫിറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർക്കും വേണ്ട രീതിയിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് റിന്യൂവബിൾ എനർജീസ്. ഇപ്പോൾ എനർജി സ്വന്തമായി ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ട്രേഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അതിലൂടെയൊക്കെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാലും അതെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കണമെങ്കിൽ ആരെ വിളിക്കണം, അത്രയും നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യമുള്ളവർക്ക് വിളിക്കാമല്ലോ. പിന്നെ വിളിക്കാം. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സെഗ്മെൻറ്റാണിത്. കാരണം ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ വരാൻ പോകുന്നത് ഇത് തന്നെയാണ്. പലരും സംശയിക്കുന്നുണ്ട് EV ആണോ ഹൈബ്രിഡ് ആണോ ഇനിയുള്ള കാലം. ഒന്നും സംശയിക്കേണ്ട, EV തന്നെയാണ്. കാരണം ഹൈബ്രിഡിൻ്റെ കാര്യത്തിൽ ആ ടെക്നോളജി ഒരിക്കലും ഒരു പരിധിക്കപ്പുറത്തേക്ക് കോസ്റ്റ് കുറയില്ല. ഇതാണെങ്കിൽ അനുദിനം കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാറ്ററിയുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അടുത്ത ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് EVകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി കാണുമ്പോഴത്തേക്കും എന്താ പറയുക, അംബാനിയെ പോലെയൊക്കെ ആയിരിക്കും ഇനിയിപ്പം രാംനാഥ് വരാൻ പോകുന്നത് അല്ലേ? ഇല്ല, നമ്മളിന്നും അതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മൾ ഇത്ര നേരം നമുക്കിനി 6 മാസം കഴിയുമ്പോൾ അടുത്ത വികസന എത്രമാത്രം നമ്മൾ വളർന്നു, ഇനി വരുന്നത് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.